എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാം. നമ്മൾ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കാലക്രമേണ അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ നഷ്ടമാവും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ഒരു ദോഷവും ഇല്ലാത്തൊരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഗ്രാനൈറ്റ് ഫ്ലോറിങ്, അതുപോലെ മാർബിളിലെ ഫ്ലോറിങ്, കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ്, ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്ലീനിങ് സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കാം. ഞാനിന്ന് വളരെ ചെറിയ അളവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു അളവിൽ നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അതല്ല നിങ്ങൾ ഫ്ലോറൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്ത് അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ അളവ് കൂട്ടിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങൾ ഫ്ലോറാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിൽ ഈ അളവുകൾ കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് വെള്ളമാണ്. ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ആയിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ കുറച്ച് വെള്ളം താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫണലൊക്കെ വെച്ച് ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം നമ്മുടെ സ്പ്രേ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വീഴും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഞാനൊരു 1/4 കപ്പ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ് നമ്മുടെ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. സാനിറ്റൈസറൊക്കെ തയ്യാറാക്കാനായിട്ട് പലരും ഉപയോഗിക്കാറുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഡിഷ് വാഷാണ്. അപ്പം ഞാനൊരു ഏകദേശം ഒരു 10-15 ഡ്രോപ്പോളം ഡിഷ് വാഷ് ഈ നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കുന്നത്. ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ അടച്ചു വെക്കുക. എന്നിട്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ ഗ്രാനൈറ്റ്, മാർബിൾ പോലുള്ള ഫ്ലോറുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം. ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ കൂടുതൽ അളവിൽ എടുക്കുക. അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇതിനു മുമ്പ് പല ക്ലീനിങ് സൊല്യൂഷനുകളൊക്കെ തയ്യാറാക്കിയത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. അതുകൂടാതെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ അളവിലെടുക്കണം. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരും. അപ്പോൾ കൗണ്ടർ ടോപ്പുകളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടത്. കാരണം അവിടെ ഈച്ചയും അഴുക്കുകളും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. കറികളിലെ പാടുകളും അല്ലെങ്കിൽ കറി എന്തെങ്കിലുമൊക്കെ വീണത് അവിടെ ഉണങ്ങിപ്പിടിച്ച് കഴിഞ്ഞാൽ അതാകെ അഴുക്കാവും, എണ്ണമയം ഉണ്ടാവും. പിന്നെ അവിടെ ചിലപ്പോൾ അണുക്കളൊക്കെ വളരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, അണുവിമുക്തമാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുടെ വീണ്ടും കാണാം.